प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ഉമ്മീദ് കി ദുനിയ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ കവിതയും ആയിട്ടാണ്. കവിതയുടെ പേര് മേരി ദുനിയ കെ തമാം ബച്ചെ. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് യൂണിറ്റിന്റെ ആദ്യ ഭാഗത്ത് നമുക്കൊരു ചെറിയ 2 വരി കവിത നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ചാപ്റ്ററിന്റെ പേര് തന്നെ ഉമ്മീദ് കി ദുനിയ എന്നാണ്. ഉമ്മീദ് കി ദുനിയ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ലോകം. ഇവിടെ കുട്ടികളെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ കുട്ടികൾ നാളെയുടെ പ്രതീക്ഷയാണ്. അവരൊരു പുതിയ ലോകത്തെയാണ് നാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഹിന്ദിയിലെ പ്രമുഖ കവിയും സിനിമാഗാന രചയിതാവുമായ ഗുൽസാറിന്റെ 2 ചെറിയ വരികളാണ്. ആ വരികൾ നമുക്കൊന്ന് വായിച്ച ആശയം മനസ്സിലാക്കാം. സപ്ന രേ സപ്ന ഹേ കോയി അപ്ന ആംഖിയോ മേം ആ ഫർജാന. ഇങ്ങനെ പറയുന്നു. സ്വപ്നമേ സപ്ന രേ സപ്ന, സ്വപ്നമേ അരേ സ്വപ്നമേ ഹേ കോയി അപ്ന ആംഖിയോ മേം ആ ഫർജാന. ഹേ കോയി അപ്ന എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തമായുള്ള ആരെങ്കിലും നിന്റെ അടുത്തുണ്ടോ? ഹേ കോയി അപ്ന, അപ്ന എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആംഖിയോമേം ആ ഫർജാന, എന്റെ കണ്ണുകളിൽ വന്ന് വസിക്കുക. ജാഗ്ന എന്ന് പറഞ്ഞാൽ വസിക്കുക എന്നാണ്. എന്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ഹേ സ്വപ്നമേ നിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്റെ കണ്ണുകളിൽ വന്ന് വസിക്കുക. അതായത് തനിക്ക് പ്രിയപ്പെട്ട ആരെയെങ്കിലും സ്വപ്നത്തിൽ കാണാൻ കവി ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. കവിയുടെ സ്വപ്നത്തോടുള്ള അഗാധമായ ആഗ്രഹം, അതായത് തന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉൾപ്പെട്ട ഒരു സ്വപ്നത്തോടുള്ള അഗാധമായ ആഗ്രഹമാണ് ഈ വരികളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ പേജിലേക്ക് വരാം. അപ്നാ ദേശ് ആപ്കോ ക്യോ പ്രിയ ഹേ. എന്തുകൊണ്ടാണ് നമ്മുടെ ദേശം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്? അപ്നെ വിചാർ കക്ഷാമേ സഞ്ചക്കരെ, നിങ്ങളുടെ വിചാരങ്ങൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേശം ഇഷ്ടപ്പെടാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് അല്ലേ? ഹമാരാ ദേശ് ഭാരത് ഹമേം ബഹുത് പ്യാർ ഹേ കെ പീछे കൈ കാരൺ ഹേ. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടോ, ഒരു മരത്തിന്റെ ശിഖരം പോലെ കൊടുത്തിരിക്കുന്നു ഹമാരാ ദേശ് എന്ന് നടുക്ക് കൊടുത്തിട്ടല്ലേ? അതായത് ഒരു മരത്തിന്റെ ശിഖരം എങ്ങനെ പടർന്ന് പന്തലിച്ച് അതിന് ശാഖകളും ഉപശാഖകളും അതിൽ ഇലകളും ഉണ്ടാകുന്നു, അതുപോലെ നിരവധിയായ കാരണങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ദേശത്തെ സ്നേഹിക്കുന്നതിന് അല്ലെ? അതിലേക്ക് നമുക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് ഇതൊരു ചെറിയ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ തരുന്നതായിരിക്കും. നമുക്ക് പാഠത്തിലേക്ക് വരാം. മേരി ദുനിയ കെ തമാം ബച്ചെ, അദ്നാൻ കഫീൽ ദർവേസ് എന്ന് പറയുന്ന കവിയാണ് ഈ പദ്യം എഴുതിയിരിക്കുന്നത്. അദ്നാൻ കഫീൽ ദർവേസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പേജ് നമ്പർ 33 അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്നാൻ കഫീൽ ദർവേസ്. അദ്നാൻ കഫീൽ ദർവേസ് का जन्म कब हुआ? 30 ജൂലൈ 1994. 1994 ജൂലൈ 30 തീയതിയാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരനായ ഒരു കവിയാണ് അദ്ദേഹം അല്ലെ? അദ്നാൻ കഫീൽ ദർവേസ് का जन्म ഉത്തർപ്രദേശ് में हुआ. അദ്നാൻ കഫീൽ ദർവേസ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. हिंदी की लगभग सभी प्रमुख पत्र पत्रिकाओं तथा वेब ब्लॉग पर उनकी कविताएं प्रमुखता से प्रकाशित एवं प्रशंसित है. അദ്ദേഹത്തിന്റെ കവിതകള് നിരവധി വെബ് ബ്ലോഗുകളിലും അതുപോലെ ഹിന്ദിയിലെ പ്രമുഖങ്ങളായ പത്രമാസികകളിലും പ്രകാശനം ചെയ്തു വരുന്നുണ്ട്. ടിറ്റൂരത്തെ ലൈം പോസ്റ്റ്, നീലി ബയാസ് ആദി ഉൻകി പ്രമുഖ കവിതാ സംഗ്രഹ ഹെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കവിതാ സംഗ്രഹങ്ങളാണ് ടിറ്റൂരത്തെ ലൈം പോസ്റ്റ്, നീലി ബയാസ് മുതലായവ. भारत भूषण अग्रवाल पुरस्कार, रविशंकर उपाध्याय स्मृति कविता पुरस्कार
വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാർ ആദി സെ സമ്മാനിത് ഹെ. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, രവിശങ്കർ ഉപാധ്യായ സ്മൃതി കവിതാ പുരസ്കാർ, വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാർ. ഇവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. കവിത തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടാങ്കിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ യുദ്ധത്തിന് പോകുന്ന രീതിയിലല്ല ഈ ടാങ്കിന്റെ ചിത്രം കാണിച്ചിരിക്കുന്നത്, മറിച്ച് പൂക്കൾക്കിടയിലെ ചിത്രശലഭങ്ങൾക്കിടയിൽ കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു പ്രതീകാത്മക ചിത്രമാണ്. യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഭാവിയിൽ കുട്ടികള് കളിയുപകരണങ്ങളാക്കി മാറ്റും, അല്ലെങ്കിൽ അവർ യുദ്ധം തീർത്തും ആഗ്രഹിക്കുന്നില്ല, വരും തലമുറയിലെ കുട്ടികൾ യുദ്ധം തീർത്തും ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ തരാനായിട്ട് കവി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. മേരി ദുനിയാ കെ തമാം ബच्चे. अदनान कपिल दरवेश. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर. वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे. वो कुत्तों से बदियाएंगे और बकरियों से, और हरे टिड्डों से और चींटियों से भी. वो दौड़ोंगे बेतहाशा हवा और धूप की मुसलसल निगरानी में, और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. നമുക്ക് ഇതിന്റെ ആശയത്തിലേക്ക് വരാം. ഓ ജമാ ഹോങ്കെ എക് ദിൻ. ജമാ ഹോന എന്ന് പറഞ്ഞാല് ഒന്നിച്ചു കൂടുക എന്നാണ് കേട്ടോ. വാക്കുകളുടെ അർത്ഥം പിന്നീട് ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് തരാം. ഓ ജമാ ഹോങ്കെ എക് ദിൻ. ഇവിടെ വോ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഒരു ദിവസം ഒന്നിച്ചു കൂടും. ആരാണ്? ലോകത്തിലുള്ള പുതിയ തലമുറയിലെ മുഴുവൻ കുട്ടികളും ഒരു ദിവസം ഒരുമിച്ച് കൂടുമെന്നാണ് കവി സ്വപ്നം കാണുന്നത്. അവരെന്തിനാ ഒരുമിച്ച് കൂടുന്നത്? അവർ ഖേലേംഗെ ഏക് സാത്ത് മിൽക്കർ. ഒന്നിച്ചുകൂടി കളിക്കുന്നതിനായിട്ടാണ്. ഒന്നിച്ചുകൂടി അവർ കളിക്കും. ഓ സാഫ് സുന്ദരി ദീവാരം പർ പെൻസിൽ കി നോക്ക് രഗടേംഗെ. എങ്ങനെയൊക്കെയാണ് അവർ കളിക്കുന്നത്? വൃത്തിയുള്ള മതിലുകളിൽ, സാഫ് സുന്ദരി ദീവാരം എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള മതിലുകളിൽ നിന്നാണ്. പെൻസിൽ കി നോക്ക് രഗടേംഗെ, പെൻസിലിന്റെ മുന കൊണ്ടവര് ഉരയ്ക്കും അല്ലെങ്കിൽ വരയ്ക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കളിയാണ് ഭിത്തികളിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതും എഴുതുന്നതും ഒക്കെ അല്ലേ. പക്ഷെ മുതിർന്നവരായ ആൾക്കാര് വൃത്തിയുള്ള ഭിത്തികളാണെങ്കിൽ അവർ അതിൽ നിന്ന് എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കവി പറയാണ്, എന്നാൽ വരുന്ന തലമുറയില് ഇനി വരാനിരിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നത്? മുതിർന്നവരുടെ ഇങ്ങനെയുള്ള തടച്ചിലുകളെ ഒക്കെ എതിർത്തുകൊണ്ട് അവരെന്ത് ചെയ്യും? സാഫ് സുന്ദരി ദീവാരം പർ പെൻസിൽ കി നോക്ക് രഗടേംഗെ. നല്ല വൃത്തിയുള്ള ഭിത്തികളിൽ പെൻസിൽ കൊണ്ട് അവര് ഉരയ്ക്കും അല്ലെങ്കിൽ വരയ്ക്കാൻ തുടങ്ങും. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇത് കുട്ടികളുടെ സർഗാത്മകമായ കഴിവിനെയാണ് കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇപ്പം കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കുറവാണ് അല്ലെ. അപ്പം അവര് ആ കഴിവുകളെ പുറത്തെടുക്കും എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൃത്തിയുള്ള മതിലുകൾ എന്ന വാക്കും പ്രതീകാത്മകമായിട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൃത്തിയുള്ള മതിലുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലവിലുള്ള കഠിനമായ നിയമങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പരിമിതികളെയും കൂടെ കാണിക്കുന്നു. അപ്പൊ കുട്ടികൾ വൃത്തിയുള്ള മതിലുകളിൽ വരയ്ക്കുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ കഠിനമായ ആ നിയമങ്ങളെ അവര് ഒഴിവാക്കും, അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെയാണ് ശ്രമിക്കുന്നത്? അവരുടെ സർഗാത്മകത ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ബാക്കിയിലേക്ക് വരാം. ഓ കുത്തോം സെ ബദിയായെങ്കെ और ബക്കരിയോം സെ और ഹരേ ടിഡ്ഡോം സെ और ചീണ്ടിയോം സെ ഭി. അവരാരോടൊക്കെ സംസാരിക്കും എന്നാണ് പറയുന്നത്? അവര് നായ്ക്കളോട് സംസാരിക്കും, ആട്ടിൻ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ആടുകളോട് സംസാരിക്കും, പച്ചപ്പുൽച്ചാടികളോട് സംസാരിക്കും, ഉറുമ്പുകളോട് പോലും സംസാരിക്കും. നമുക്കറിയാം ഇന്നത്തെ കുട്ടികള് പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധ്യത വളരെ കുറവുള്ളവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികള് ഭാവിയിലേക്ക് വരുമ്പോൾ അവര് ആ വിലക്കുകളെയൊക്കെ മറികടന്നുകൊണ്ട് അവര് നായ്ക്കളോട് സംസാരിക്കും, ആട്ടിൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കും, പച്ചപ്പുൽച്ചാടികളോട് സംസാരിക്കും, എന്തിനേറെ കുഞ്ഞു ഉറുമ്പുകളോട് പോലും സംസാരിക്കും. എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള കുട്ടികൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവരതിലേക്ക് കടന്നു വരും എന്നാണ് കവി ഇവിടെ പ്രത്യാശ വെക്കുന്നത്. यहाँ बच्चे की रचनात्मक और उनकी सहज प्रवृत्ति का वर्णन है. साफ सुथरी दीवारें समाज के बनाए हुए नियमों या सीमाओं का प्रतीक है. समाज के बनाए हुए नियमों और सीमाओं का प्रतीक है, जिन पर बच्चे अपनी कल्पनाओं और विचारों को उगरेंगे. यह स्वच्छता और
कलात्मक अभिव्यक्ति की ओर इशारा करता है। समझ गया? अगली पंक्तियां, वो दौड़ों के बेतहाशा हवा और धूप की मुसलसल निगरानी में और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. ബേതഹാശ എന്ന് പറഞ്ഞാൽ റിജോയിസിംഗിലി എന്നാണ്, സന്തോഷത്തോടുകൂടി. മുസൽസൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായ, നിഗരാനി എന്ന് പറഞ്ഞാൽ മേൽനോട്ടം എന്നാണ്. ധീരെ ധീരെ സാവകാശം. ബൈൽന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. പൈരോങ്കെ പാസ് എന്ന് പറഞ്ഞാൽ കാൽച്ചുവട്ടിൽ. ഇനി നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് നോക്കാം. ഓ ദൗഡോങ്കെ ബേതഹാശ കർത്ത ക്യാ ഹേ? ബच्चे बिना किसी रोक टोक बेफिक्र होकर दौड़ोगे. हवा और धूप की मुसलसल निगरानी का अर्थ क्या है? हवा और धूप की मुसलसल निगरानी का अर्थ क्या है? हवा और धूप की मुसलसल निगरानी का अर्थ है कि वे प्रकृति की गोद में खुले वातावरण में बिना किसी दबाव के स्वतंत्र रूप से खेलेंगे. कैसे खेलेंगे? स्वतंत्र रूप से खेलेंगे. और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. इस प्रकार खेलते समय क्या होंगे? धरती धीरे धीरे फैलती चली जाएंगी. धरती को क्या होगा? वो तो धीरे धीरे फैलती चली जाएगी. ഭൂമി പതിയെ പതിയെ അവരുടെ പാദങ്ങൾക്കടിയിൽ പരന്നുകൊണ്ടിരിക്കും, വികസിച്ചുകൊണ്ടിരിക്കും. ഭൂമി വികസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബച്ചോങ്കെ സാമനെ നയാ അവസർ ആരഹേ, കുട്ടികളുടെ മുമ്പിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് പുതിയ സാധ്യതകളും അവസരങ്ങളും ഈ ലോകം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും കുട്ടികൾ കളിക്കാൻ തുടങ്ങുമ്പോൾ എന്നാണ് കവി പറയുന്നത്. एक बार फिर वो दौड़ोंगे बेतहाशा का अर्थ है बच्चे बिना किसी रोक टोक होकर दौड़ेंगे. हवा और धूप की मुसलसल निगरानी में कैसे दौड़ेंगे? बच्चे तो हवा और धूप की मुसलसल निगरानी में यानी प्रकृति की गोद में या खुले वातावरण में दौड़ेंगे. और उस समय धरती क्या करेंगे? धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. बच्चों को दौड़ने के लिए धरती स्वयं और फैलती चली जाएगी, उसके सामने नया और खुला अवसर प्रदान करेंगे. हम एक प्रश्न है, वो जमा होंगे एक दिन, हम किस उम्मीद की ओर संकेत है? അവർ ഒരു ദിവസം ഒരുമിച്ച് കൂടും. ഇവിടെ എന്ത് പ്രതീക്ഷയാണ് കവി സൂചിപ്പിക്കുന്നത്? എന്ത് പ്രതീക്ഷയാണ്? നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു പുതിയ നിയമം, അതായത് സമൂഹം ഇപ്പോൾ പിന്തുടരുന്ന നിയമങ്ങളല്ലാതെ ഒരു പുതിയ നിയമം ലോകം മുഴുവൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ്. അതായത് സമാധാനത്തിന്റെ ശാന്തിയുടേതുമായ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എന്നൊരു പ്രതീക്ഷയാണ് കവി ഇവിടെ നമുക്ക് തരുന്നത്. ചിത്രത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്ത വരികളിലേക്ക് വരാം. देखना वो तुम्हारी टांगों में बालू भर देंगे एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. वो सड़कों पर गड्ढे खोदेंगे और पानी भर देंगे और पानियों में चपाचप लौटेंगे. वो प्यार करेंगे एक दिन उन सबसे जिनसे तुमने उन्हें नफरत करना सिखाया है. देखना എന്ന് പറഞ്ഞാൽ നോക്കുക. എന്ത് നോക്കാനാണ്, എന്ത് കാണാനാണ് പറയുക? നിങ്ങൾ കണ്ടോളൂ എന്ന് കവി ഇന്നത്തെ തലമുറയിലെ ആൾക്കാരോട് പറയുകയാണ്. ഇനി വരുന്ന പുതിയ തലമുറയിലുള്ളവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ നോക്കിക്കോളൂ. എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓ തുമാരി ടാങ്കോ മേം ബാലു ഭർ ദേംഗെ. युद्ध के लिए जो जो उपकरण आज के लोग उपयोग करते हैं उन सब में बच्चे क्या करेंगे? बालू भर देंगे. യുദ്ധത്തിന് വേണ്ടി ഇന്നത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും കുട്ടികൾ എന്ത് ചെയ്യും? ബാലു ഭർ ദേംഗെ. ബാലു ഭർന എന്ന് പറഞ്ഞാൽ മണൽ നിറയ്ക്കുക എന്നാണ്. एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा देंगे. ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ തോക്കാണ്. തോക്കും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലെ? ആ തോക്കിനെ എന്ത് ചെയ്യും? തുമാരി ബന്ദൂക്കോം കോ മിട്ടി മേ ഗഹരാ ദബാ ദേംഗെ. മണ്ണിൽ ആഴത്തിൽ അവര് കുഴിച്ചിടും. ഓ തുമാരി ടാങ്കോ മേ ബാലു ഭർ ദേംഗെ एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा देंगे. इसका अर्थ है पंक्तियां क्या बताती है? एक दिन सारे बच्चे मिलकर क्या करेंगे? भयानक औजारों को, टैंक और बंदूक जैसे युद्ध के औजारों को क्या करेंगे?
मिट्टी में दबा देंगे या उसमें बालू भर देंगे. इसका अर्थ है वे उन्हें बेकार समझेंगे. അവരതിനെ പാഴ്വസ്തുക്കളായിട്ട് കരുതും. മണൽ നിറയ്ക്കും അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരതിനെ പാഴ്വസ്തുക്കളായിട്ട് കരുതുമെന്നാണ്. അടുത്തത് ഓ സടക്കോം പർ ഗഡ്ഡേ ഖോദേങ്കെ ഓർ പാനി ഭർ ദേങ്കെ. സടക് എന്ന് പറഞ്ഞാൽ വഴി. ഇവിടെ വഴികളിൽ കുഴി കുഴിക്കും. സടക്കോം പർ ഗഡ്ഡേ ഖോദേങ്കെ, വഴികളിൽ കുഴികൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വഴികളിൽ കുഴി ഉണ്ടാക്കി നശിപ്പിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. युद्ध के लिए जो रास्ते आज के लोग बनाते हैं उन रास्ते पर बच्चे क्या करेंगे गड्ढे खोदेंगे. യുദ്ധത്തിന് വേണ്ടി എന്ത് വഴികളാണോ ഇന്നത്തെ ആൾക്കാര് പുതിയതായിട്ട് നിർമ്മിക്കുന്നത് ആ വഴികളിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ആ വഴികളിൽ അവര് കുഴികൾ ഉണ്ടാക്കി അതിൽ വെള്ളം നിറയ്ക്കും. വെള്ളം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രതീക്ഷയാണ് അല്ലെ. ഒരു ജീവന്റെ പ്രതീകമാണ് വെള്ളം. യുദ്ധം എന്ന് പറയുന്ന നാശത്തിന്റെ പ്രതീകമാണ്. അതായത് നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വഴികളെ അവരെന്തുകൊണ്ട് നിറയ്ക്കും? ജീവന്റെ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കുമെന്നാണ് കവി പറയുന്നത്. ഒരു പാനി ഫർദേങ്കെ, വെള്ളം നിറയ്ക്കും. ഒരു പാനിയോമേൻ ചപാച്ചപ് ലോട്ടേങ്കെ, നിറയ്ക്കുമെന്ന് മാത്രമല്ല എന്നിട്ട് വെറുതെ ഇരിക്കല്ല, പിന്നെ എന്താണ് ചെയ്യുക? പാനിയോമേൻ ചപാച്ചപ് ലോട്ടേങ്കെ. ചപാച്ചപ് ലോട്ടിന എന്ന് പറഞ്ഞാൽ കൈകാലിട്ട് അടിച്ച് ഉരുളുക എന്നാണ്. അതായത് പനിക്ക് സാത്ത് വേ ഖേലെങ്കെ, വെള്ളത്തിന്റെ കൂടെ അവര് കളിക്കും. അതായത് യുദ്ധത്തിനുള്ള വഴികളിൽ അവര് കുഴികൾ കുഴിച്ച് വെള്ളം നിറയ്ക്കും. ആ വെള്ളത്തിലിറങ്ങി കളിക്കുകയും ചെയ്യും എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. इसका अर्थ क्या है? सड़कों पर गड्ढे खोदना और पानी भर देना यह दर्शाता है कि बच्चे व्यवस्थापित और कठोर दुनिया के नियमों को तोड़कर अपनी सहजता और खेल में आनंद पाएंगे. बच्चों की सहजता क्या है? खेल है. अपनी सहजता और खेल में वे आनंद पाएंगे. അടുത്തത് वो प्यार करेंगे एक दिन उन सबसे जिनसे तुमने उन्हें नफरत करना सिखाया है. प्यार करना എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ്. नफरत करना എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നാണ്. तो आज के इसका अर्थ क्या है? वो प्यार करेंगे एक दिन उन सबसे जिनसे तुमने उन्हें नफरत करना सिखाया है. हम जानते हैं कि पुरानी पीढ़ी ने अगली पीढ़ी को क्या करना सिखाया है? कुछ लोगों से नफरत करना सिखाया है. लेकिन नई पीढ़ी उस नफरत को खत्म करके सफी से प्रेम करेंगे. എല്ലാവരെയും അവര് സ്നേഹിക്കാൻ തുടങ്ങും. जिन्हें नफरत की दृष्टि से देखा जा रहा था उन सबसे वे प्यार करने लगेंगे. यह घृणा के चक्र को तोड़ने और सार्वभौमिक प्रेम और भाईचारे को बढ़ावा देने का സന്ദേശ് ദേത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒരു ദിവസം നിങ്ങൾ ആരെയൊക്കെ വെറുക്കാനാണോ അവരെ പഠിപ്പിച്ചത് അവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങും. അതായത് പഴയ തലമുറയിൽപ്പെട്ടവര് കുട്ടികളെ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചു വരുന്നത് എന്താണ്? കുറെ ആൾക്കാരെ സ്നേഹിക്കാൻ കൊള്ളില്ല, ഇങ്ങനെയാണ് പഠിപ്പിച്ചു വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് കുട്ടികൾ മാറിയിട്ട് അവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഓ പ്യാർ കരേങ്കെ ഏക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുമ്നെ ഉനെ നഫറത് കർണ സിഖായാ ഹെ. ആരെയൊക്കെ വെറുക്കണമെന്നാണോ നിങ്ങൾ അവരെ പഠിപ്പിച്ചത് അവരെയൊക്കെ കുട്ടികൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബച്ചോൻ ദ്വാരാ ടാങ്കോമേം ബാലു പറഞ്ഞേ അവർ ബന്ധുക്കോങ്കോ മിട്ടിമേം ഗാഡ് ദേനേക്ക ക്യാ താല്പര്യ ഹെ. കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും, തോക്കുകൾ മണ്ണിൽ കുഴിച്ചിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥ ക്യാ ഹെ? ബച്ചേ യുദ്ധക്കെ ഹതിയാർക്കോ ബേക്കാർ മാനേങ്കെ. യുദ്ധത്തിന്റെ ഉപകരണങ്ങളെയൊക്കെ കുട്ടികൾ പാഴ്വസ്തുക്കളായിട്ട് കരുതും എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. വേ ഏ സാമഗ്രിയോ ക്യാ കരേങ്കെ ഖേൽനെ കി സാമഗ്രിയാം ബനായെങ്കെ. അവരിതിനെയൊക്കെ കളിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റും എന്നാണ് കവി പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ പിന്നീട് ഞാൻ തരാം. ഇനി നമുക്ക് അടുത്ത വരികളുടെ ആശയം നോക്കാം. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे. वो सबसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. ദീവാർ എന്ന് പറഞ്ഞാൽ ഭിത്തി എന്നാണ്. ഛേദകർണ എന്ന് പറഞ്ഞാൽ ദ്വാരം ഉണ്ടാക്കുക. ആർപ്പാർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ചുറ്റുപാടും എന്നൊക്കെയാണ്. കോശിസ് കർണ പരിശ്രമിക്കുക. സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ചീഖ്ന എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ.
വാക്കുകളുടെ അർത്ഥം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓ തുമാരി ദീവാരോമേൻ ചെയ്ത് കർ ദേങ്കി ഏക് ദിൻ. അവർ നിങ്ങളുടെ ഭിത്തികളിൽ ഒരു ദിവസം ദ്വാരങ്ങൾ ഉണ്ടാക്കും. ഇപ്പോഴത്തെ ആൾക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? കുട്ടികളെ മറ്റുള്ളവരിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഭിത്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. എന്താണ് ഈ ഭിത്തികൾ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ മുതിർന്നവരുടെ എന്താണ് മുൻവിധികള്, അല്ലെങ്കിൽ അവരുടെ ഇടുങ്ങിയ ചിന്താഗതി, ഇവയൊക്കെയാണ് നമ്മൾ ഭിത്തികളായിട്ട് കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അജ്ഞതയും ആകാം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? ഈ അജ്ഞത അല്ലെങ്കിൽ മുൻവിധികള് അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതികള്, ഇങ്ങനെയുള്ള ഭിത്തികളെ അവരൊരു ദിവസം, ആ ഭിത്തികളിൽ അവർ ഒരു ദിവസം ദ്വാരമുണ്ടാക്കും. വേ തുമാരി ദീവാരോं में छेद कर देंगे एक दिन जरूर बच्चे क्या करेंगे? तुम्हारी बनाई हुई दीवारों में छेद कर देंगे और उसके बाद क्या करेंगे? और आर पार देखने की कोशिश करेंगे, दोनों ओर देखने की कोशिश करेंगे. उस दीवार के उस पार भी एक जगत है, एक जग है. बच्चे क्या करेंगे? वो भी देखने की कोशिश करेंगे. वो सहसा चीखेंगे और देखने के बाद क्या करेंगे? वे सहसा चीखेंगे. ചീഖന എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം കൊണ്ട് ബഹളം ഉണ്ടാക്കുന്നതാണ്. അവർ പെട്ടെന്ന് സന്തോഷം കൊണ്ട് ബഹളം ഉണ്ടാക്കും. ഓർ കഹേങ്കെ, എന്നിട്ട് പറയും. എന്താ പറയുന്നത്? ദേഖോ ഉസ് പാർ ഭി മൗസം തോ ഹമാരെ യഹാം ജൈസാ ഹി ഹേ. ആ സൈഡിലും കാലാവസ്ഥ നമ്മളുടേതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ അങ്ങേപ്പുറം കാണാൻ കുട്ടികളെ ഒരിക്കലും മുതിർന്നവർ അനുവദിച്ചിരുന്നില്ല. പക്ഷെ ആ ഭിത്തിയിൽ കുട്ടികൾ ദ്വാരങ്ങൾ ഉണ്ടാക്കി അപ്പുറം കണ്ടപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇവിടുത്തേതുപോലെ തന്നെയാണ് അവിടെയും കാലാവസ്ഥ, എന്ന് പറഞ്ഞാൽ ലോകമെല്ലാം ഒരുപോലെ തന്നെയാണെന്ന്. वो तुम्हारी दीवारों में छेद कर देंगे एक दिन. इसका अर्थ क्या है? हम वर्तमान समय की संकीर्ण सोच, पूर्वाग्रह और अज्ञानता की बंदिशों को तोड़कर सच्चाई, स्वतंत्रता और व्यापक दृष्टिकोण को अपनाने की ओर संकेत करता है और आर पार देखने की कोशिश करेंगे. वो सहसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. इसका प्रतीकात्मक अर्थ यह है, यह उस मनोदशा को दर्शाता है जहाँ लोग अपनी बनाई सीमाओं से बाहर निकलकर दुनिया को एक नए और खुले नजरिए से देखते हैं. എന്ന് പറഞ്ഞാൽ മതിലുകൾ എന്നത് മുതിർന്ന തലമുറയുടെ അജ്ഞതയോ മുൻവിധികളോ സാമൂഹ്യ നിയന്ത്രണങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ആകാം. പുതിയ കുട്ടികൾ എന്ത് ചെയ്യും? ആളുകളെ സത്യവും വിശാലവുമായ ലോകം കാണുന്നതിൽ നിന്ന് തടയുന്ന ഈ ചിന്തകളെ പുതിയ കുട്ടികൾ പൊട്ടിച്ചെറിയും. അവര് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി അപ്പുറം കാണുക എന്ന് പറഞ്ഞാൽ ഈ തടസ്സങ്ങളെ മറികടന്ന് യഥാർത്ഥ ലോകത്തെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യും എന്നാണ് കവി പറയുന്നത്. ദീവാരോं में छेद कर आर पार देखना यहाँ किसकी ओर संकेत है. ഭിത്തികളിൽ ദ്വാരമുണ്ടാക്കി രണ്ട് സൈഡും കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം? വർത്തമാൻ समाज द्वारा बनाए गए संकीर्ण सोच, पूर्वाग्रह और अज्ञता को दूर करके बच्चे क्या करेंगे? एक नई दुनिया की सृष्टि करेंगे. ഒരു പുതിയ ലോകത്തെ തന്നെ കുട്ടികൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അടുത്ത വരികളിലേക്ക് വരാം. वो हवा और धूप को अपने गालों के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. ഹവ വായുവാണ്, ധൂപ് വെയില്, ഗാൽ എന്ന് പറഞ്ഞാൽ കവിള്, കെ ഗിർദ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും, മഹസൂസ് കർണ അനുഭവിക്കുക, രോക്കിന എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. वो हवा और धूप को अपने गालों के गिर्द महसूस करना चाहेंगे. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വായുവിനെയും വെയിലിനെയും തങ്ങളുടെ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ കവിളുകൾക്ക് ചുറ്റും അനുഭവിക്കാൻ തുടങ്ങും. നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ കുറവാണ് അല്ലേ? അവർക്ക് കൂടുതലും സ്കൂള്, വീട്, പഠനം, മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ പ്രകൃതിയുമായിട്ട് ഇടപഴകാനോ ഒക്കെ ഉള്ള അവസരം കുറവാണ്. പക്ഷെ കവി പറയുകയാണ്, മുതിർന്നവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നിയമങ്ങളെയൊക്കെ മറികടന്ന് കുട്ടികൾ എന്ത് ചെയ്യും? ഹവാ और धूप को अपने गालों के गिर्द महसूस करना चाहेंगे. ഒരു വായുവിനെയും കാറ്റുവിനെയും
വായുവിനെയും കാറ്റിനെയും തങ്ങളുടെ കഴുത്തിന് ചുറ്റും അല്ലെ കൗളുകൾക്ക് ചുറ്റും അനുഭവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കും. അവർ തും ഉസ് ദിൻ ഉനെ നഹീം രോക്ക് പാവെങ്കെ, അന്ന് നിങ്ങൾക്ക് അവരെ തടയാനായിട്ട് പറ്റില്ല എന്നാണ് കവി പറയുന്നത്. അതായത് കാറ്റിനെയും വെയിലിനെയും തങ്ങളുടെ കവിളുകളിൽ തഴുകാൻ കുട്ടികൾക്ക് തോന്നും, നിങ്ങൾക്ക് അവരെ അന്ന് തടയാനായിട്ട് കഴിയുകയില്ല. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ വെയിലും കാറ്റുമേറ്റ് കളിച്ചു വളരാനുള്ള കുട്ടികളുടെ ആഗ്രഹത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്വാഭാവികമായ വികാസത്തെയും സ്വാതന്ത്ര്യത്തെയും ആർക്കും തടയാൻ കഴിയുകയില്ല എന്നാണ് അവസാനത്തെ വരികളിലൂടെ കവി നൽകുന്ന സന്ദേശം. തും ഉസ് ദിൻ ഉനേം രോക് നഹീൻ പാവോങ്കെ, ആർക്കും അവരെ തടയാനായിട്ട് കഴിയുകയില്ല. इसका अर्थ एक बार फिर मैं बताऊंगी. वे हवा और धूप में अपने गालों पर महसूस करना चाहेंगे. वे हवा और धूप को अपने गालों पर महसूस करना चाहेंगे, जो स्वतंत्रता और प्रकृति से जुड़ाव का प्रतीक है. उस दिन उन्हें कोई नहीं रोकेगा, क्योंकि वे अपनी पहचान और आजादी को पा चुके होंगे. അടുത്ത വരികളിലേക്ക് നമുക്ക് വരാം. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. उन्हें गिलहरियां काफी पसंद है, वो उनके साथ ही बड़ा होना चाहेंगे. എന്താണ് ഇതിന്റെ ആശയം? एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे. മഹഫൂജ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ എന്നാണ്. സുരക്ഷിതമായ വീടുകളിലാണ് കുട്ടികൾ ഇപ്പോൾ താമസിക്കുന്നത് അല്ലേ? ആ വീടുകളിൽ നിന്ന് കുട്ടികൾ ഒരു ദിവസം തീർച്ചയായിട്ടും പുറത്തു വരും എന്നാണ് കവി പറയുന്നത്. പേടോം പേ ഖോംസലെ ബനായെങ്കിൽ, ഖോംസല കൂടുകളാണ്. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ എന്നാണ്. പസന്ത് ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് വരികളുടെ ആശയത്തിലേക്ക് വരാം. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे. एक दिन बच्चे क्या करेंगे? अपने सुरक्षित घरों से बाहर निकलेंगे. उसके बाद वे क्या करेंगे? वे पेड़ों पे घोंसले बनाएंगे. पेड़ों पे मीन्स पेड़ों पर. वे पेड़ों पर घोंसले बनाएंगे. उन्हें गिलहरियां काफी पसंद है. उन्हें किन्हें पसंद है? गिलहरियां काफी पसंद है. अर्थात वे गिलहरियों को पसंद करेंगे, यानी या प्रकृति के करीब रहेंगे. അണ്ണന്മാർ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവര് പ്രകൃതിയോട് അടുത്ത് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. और अपनी स्वाभाविक प्रवृत्ति का पालन करेंगे. वो उनके साथ ही बड़ा होना चाहेंगे. അവരോടൊപ്പം വലുതാകാൻ ആഗ്രഹിക്കുന്നു, അണ്ണാന്മാരോടൊപ്പം വലുതാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? जो स्वतंत्रता सादगी और प्राकृतिक जीवन की इच्छा को दर्शाता है. बच्चों की क्या इच्छा को दर्शाता है? स्वतंत्रता, सादगी और प्राकृतिक जीवन की इच्छा को दर्शाता है. അണ്ണാന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഒരു മരത്തിൽ ഒരു നേരം നമ്മൾ കണ്ടാൽ അടുത്ത നിമിഷം തന്നെ അടുത്ത മരത്തിലായിരിക്കും. അതായത് സ്വാതന്ത്ര്യം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് അണ്ണാൻ. അവൻ ഇഷ്ടമുള്ളതുപോലെ ചാടിച്ചാടി ഇഷ്ടമുള്ള മരങ്ങളിലേക്ക് പോകുന്നു, ഇഷ്ടമുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്നു, ജീവിക്കുന്നു അല്ലെ. അപ്പൊ അണ്ണാന്മാരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുട്ടികളും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, കെട്ടുപാടുകളിൽ നിന്നൊക്കെ അകന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. तुम देखोगे जब वो हर चीज उलट पुलट देंगे उसे और सुंदर बनाने के लिए. एक दिन मेरी दुनिया के तमाम बच्चे चिड़ियों, कीड़ों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज को खिलौना बना देंगे. ഉലട്ട് പുലട്ട് കർണ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, തമാം വെച്ച് മുഴുവൻ കുട്ടികളും, ചിണ്ടി ഉറുമ്പ്, കീട് എന്ന് പറഞ്ഞാൽ പ്രാണികൾ, വനസ്പതി ജീവജാലങ്ങൾ, ധവാ ബോൽന എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക എന്നാണ്. കിലവന ബനാദേങ്കി എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം ആക്കി തീർക്കും. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് വരാം. തും ദേഖോഗെ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് കർ ദേങ്കെ ഉസെ ഓർ സുന്ദർ ബനാനെ കെ ലിയേ. കവി പറയാണ്, നിങ്ങൾ കാണും. എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്? वो हर चीज उलट पुलट देंगे उसे और सुंदर बनाने के लिए. हमारी दुनिया की सारी चीज को बच्चे क्या करेंगे? उलट पुलट कर देंगे. किसके लिए? किस लिए? उसे और सुंदर बनाने के लिए. അതായത് നമ്മുടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും കുട്ടികൾ മാറ്റിമറിക്കും. എന്തിനു വേണ്ടിയാണ്?
നശിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ഉസേ ഓർ സുന്ദർ ബനാനെ കെ ലിയെ, അതിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത്. അതായത് ഈ ലോകത്ത് എന്തെങ്കിലും അലങ്കോലമായി കിടക്കുന്നതോ മോശമായതമായ കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ അവയെ അവരുടെ നിഷ്കളങ്കതയും സർഗാത്മകതയും ഉപയോഗിച്ച് അതിനെ മികച്ചതാക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അവർ കാര്യങ്ങളെ നശിപ്പിക്കുകയല്ല, മറിച്ച് അവയെ കൂടുതൽ മനോഹരവും പ്രയോജനകരവുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം, കുട്ടികളിലൂടെ വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. തും ദേഖോഗെ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേംഗെ ഉസെ ഓർ സുന്ദർ ബനാനെ के लिए का अर्थ है बच्चे दुनिया में जो कुछ अस्त व्यस्त या खराब है उसे अपनी सहजता और रचनात्मकता से बेहतर बनाएंगे. वे चीजों को केवल तोड़ेंगे नहीं बल्कि उन्हें अधिक सुंदर और उपयोगी बनाएंगे. यह एक सकारात्मक परिवर्तन की ओर संकेत करता है जो बच्चों के माध्यम से आएगा. അടുത്തതിലേക്ക് നമുക്ക് വരാം. एक दिन मेरी दुनिया के तमाम बच्चे चींटियों कीड़ों नदियों पहाड़ों समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज को खिलौना बना देंगे. ഒന്നുകൂടെ കവി ഒന്നി പറയാണ്, ഒരു ദിവസം എന്ത് സംഭവിക്കും? एक दिन मेरी दुनिया की तमाम बच्चे, ഒരു ദിവസം എന്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും ചേർന്ന്, എന്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ആ സ്വപ്ന ലോകത്തിലെ മുഴുവൻ കുട്ടികളും ചേർന്ന്, തമാം ബെച്ചെ, മുഴുവൻ കുട്ടികളും ചേർന്ന് എന്ത് ചെയ്യും? ചീണ്ടിയോം കീടോം നദിയോം പഹാടോം സമുദ്രവും और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे. बच्चे क्या करेंगे? एक तरह की हमला करेंगे. ധവാ ബോലന എന്ന് പറഞ്ഞാൽ ഹമല കർണ, ആക്രമിക്കുക എന്നാണ്. കുട്ടികൾ ഒരുതരം ആക്രമണം നടത്തും. എന്താക്രമണമാണ് നടത്തുന്നത്? ആരുടെയൊക്കെ കൂടെ ചേർന്നാണ്? ഈ ലോകത്തിലെ എല്ലാ ഉറുമ്പുകളും കീടങ്ങളും നദികളും പഹാട എന്ന് പറഞ്ഞാൽ കുന്നുകളും സമുദ്രങ്ങളും ചേർന്ന്, അല്ലെങ്കിൽ തമാം വനസ്പതിയും എല്ലാ ജീവജാലങ്ങളും സസ്യജാലങ്ങളും ചേർന്ന് എന്ത് ചെയ്യും? കുട്ടികൾ ഒരു ആക്രമണം നടത്തും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആക്രമണമാണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നശിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല, അല്ലെ? പിന്നെയോ യഹ് പ്രകൃതി और മനുഷ്യ के बीच के जुड़ाव को दर्शाता है. പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിനെയാണ് ഇത് കാണിക്കുന്നത്. बच्चे प्रकृति के हर छोटे बड़े जीव और तत्व के साथ मिलकर एक सामूहिक ശക്തി के रूप में सामने आएंगे. പ്രകൃതിയിലെ എല്ലാ തത്വങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു സാമൂഹികമായ ശക്തിയായി തീരും എന്നാണ് പറയുന്നത്. ധവാ ബോലന എന്ന് പറഞ്ഞാൽ ഹംല കർണ എന്നാണ് വാക്കിന്റെ അർത്ഥം, ആക്രമിക്കുക എന്നാണ്. യഹാ കിസി വിധ്വംസകാരി ഹമല കാ നഹി ബൽക്കി ഏക് രചനാത്മക് और പരിവർത്തനാത്മക് ആന്തോളൻ കാ പ്രതീക് ഹെ. ഇവിടെ എന്തെങ്കിലും ഒരു നാശകരമായ ആക്രമണത്തെ അല്ല ഉദ്ദേശിക്കുന്ന, മറിച്ച് വളരെ രചനാത്മകവും പരിവർത്തനം കൊണ്ടുവരുന്നതുമായ ഒരു പ്രക്ഷോഭണം അല്ലെങ്കിൽ ഒരു ആക്രമണത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പരിവർത്തനത്തെയാണ് കുട്ടികളുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നടക്കാൻ പോകുന്നത്. കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിവർത്തനത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേംഗെ. അപ്പോൾ അവരെന്ത് ചെയ്യും? വീണ്ടും ഒന്നുകൂടെ കവി പറയാണ്, തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേംഗെ. അപ്പോൾ കുട്ടികൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അവര് കളിപ്പാട്ടമാക്കി മാറ്റും. അതായത് ഇവിടെ ഒന്നുകൂടെ പറയാം, മുതിർന്ന സമൂഹം നിർമ്മിച്ച കഠിനവും സങ്കീർണവും മനുഷ്യത്വരഹിതവും അടിസ്ഥാനം ഇല്ലാത്തതുമായ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, വസ്തുക്കൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇവയെല്ലാം കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു സർഗാത്മകത ഉപയോഗിച്ച് അവയൊക്കെ മാറ്റിമറിക്കും. എന്ന് മാത്രമല്ല, യുദ്ധത്തിനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെയൊക്കെ കുട്ടികൾ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റും എന്ന് പറയുന്നു. അതായത് കുട്ടികളുടെ ഒരു ശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബച്ചോക്കെ അന്തർ മഹാശക്തി ഹേ, കുട്ടികളുടെ ഉള്ളിൽ ഒരു മഹാശക്തി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് കവി പറയുന്നത്. ആ ശക്തി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോകം മാറി മറിഞ്ഞിരിക്കും, അവരത് ചെയ്യും എന്നാണ് കവി പ്രതീക്ഷിക്കുന്നത്. കവിതയുടെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടുന്ന ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. हिंदी सबसे താങ്ക് യു ഓൾ. मस्ती भरी है बातें ये प्यारी, सीखे मिलकर नए